കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. രാത്രിയുടെ മറവിൽ തിരുവാലി വാളോറങ്ങൽ പുത്തൻപൊയിലിലെ തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കിയ നിലയിൽ നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന തോട്ടിലേക്കാണ് ദ്രാവക രൂപത്തിലുള്ള മാലിന്യം ഒഴുക്കിയത്. നാട്ടുകാർ പോലീസിൽ പരാതി നൽകി. തോട്ടിൽ നീരൊഴുക്കുള്ളതിനാൽ മാലിന്യം കിലോമീറ്ററോളം ദൂരം താഴേക്ക് പരന്നൊഴുകിയിട്ടുണ്ട്. ചെറിയൊരു ദുർഗന്ധവുമുണ്ട്. കറുപ്പ് നിറമാണ് കിണറ്റിലെ വെള്ളത്തിന്. വേദഗായത്രി ബാലികാ സദനത്തിലേക്ക് പോകുന്ന റോഡരികിലെ തോട്ടിലേക്കാണ് മാലിന്യം ഒഴുക്കിയിട്ടുള്ളത്. അതേസമയം എന്ത് തരം മാലിന്യമാണെന്ന് തിരിച്ചറിയാനായിട്ടില്ല. ഇത് ഈ പുത്തമ്പയിൽ പുഴക്കൊണ്ട് തോട് സാധാരണ നന്നായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു തോടാണ്. ഇതിലത്തെ വെള്ളവും എല്ലാവരും ഉപയോഗിക്കുന്ന തോടാണ്. ഈ ഉപയോഗിക്കുന്ന തോടിൽ ഇന്ന് രാവിലെ ഞങ്ങൾ വന്ന് നോക്കുമ്പോഴാണ് ഇവിടെ ആകെ വേസ്റ്റ് ഇട്ടതായിട്ട് കണ്ടിരിക്കുന്നത്. ഈ വേസ്റ്റ് എന്തിൻ്റെ വേസ്റ്റ് ആവുമെന്ന് അറിയില്ല. ഒരു കറുത്ത കളറിൽ ഒരു വേസ്റ്റ്, തോട്ടിലെ വെള്ളമൊക്കെ ആകെ കറുത്ത കളറായിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഇനി ആരോടും ഇപ്പോൾ തൽക്കാലം ഒരാഴ്ചക്ക് ഉപയോഗിക്കരുത് എന്നാണ് ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. പോലീസിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അവർ വന്ന് എൻക്വയറി നടത്തിയിട്ടുമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. ഇങ്ങനെ വേസ്റ്റ് ഒഴുക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടുകളാണ് ഉണ്ട്. ഈ പുത്തമ്പൊയിൽ പൂളക്കൊണ്ട് ഈ തോട്ടിലെ വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം നമ്മളവിടെ കുറേ ആൾക്കാർ കുളിക്കാൻ, ഒരു 10-50 കുടുംബങ്ങളുടെ സ്ഥലമാണിത്. അവിടെയുള്ള ആൾക്കാർ കുളിക്കാനും അതുപോലെ പാത്രങ്ങൾ കഴുകാനും കൃഷി ആവശ്യത്തിനും ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്, കുട്ടികളൊക്കെ കുളിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് അസുഖങ്ങൾ വരാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഇതൊരു കാരണമാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതി കൊടുക്കാനും കാരണം. കുടുംബങ്ങൾ കുളിക്കാനും വസ്ത്രമലക്കാനും മറ്റും ഉപയോഗിക്കുന്ന തോടാണിത്. നാട്ടുകാരുടെ പരാതിയിൽ വണ്ടൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.